പിന്നെ ഉള്ള പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിൾ ട്രങ്കിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. കേബിൾ ട്രങ്കിങ്ങും കോൺഡ്യൂട്ട് ലേയിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ കേബിൾ ട്രങ്കിങ്ങും കോൺഡ്യൂട്ടിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സാധനം ഇതേപോലെ കൊടുക്കുന്ന അവോയ്ഡ് ചെയ്യുക. ലോങ് ട്രങ്കിങ് ആയിട്ട് കോൺഡ്യൂട്ടൊക്കെ ആയിട്ട് ഉള്ളത് അവോയ്ഡ് ചെയ്യുക. അതായത് മെയിൻലി നമ്മുടെ കൺസ്യൂമർ ഡി ബി എന്നായിരിക്കും വരുന്നത്, ഗ്രൗണ്ട് ഫ്ലോറോ അല്ലെങ്കിൽ സ്വിച്ച് റൂംസിൽ നിന്നൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ അതിനൊക്കെ കേബിൾസൊക്കെയാണ് യൂസ് ചെയ്യുക കൂടുതലും ട്രങ്കിങ്ങിന് പകരം, അങ്ങനെയുള്ള ലോങ് ലെങ്തി ആയിട്ടുള്ളതിൽ. അപ്പോൾ കേബിൾ അത് യൂസ് ചെയ്യുമ്പോൾ ട്രേസിൽ കൂടെ കേബിൾ ഇടുകയാണ് പൊതുവെ പതിവ്. പിന്നെ ഇതിടുന്ന റൂട്ട് കോമൺലി ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഡക്റ്റ് വഴിയൊക്കെ തന്നെ ചെയ്യാനുള്ള കേസാണ് പറയുന്നത്. അപ്പോൾ ഈ കേബിൾ ട്രങ്കിങ് സിംഗിൾ കോർ LSF കേബിൾസിന് വേണ്ടിയാണ് യൂസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. മറ്റേ കോൺഡ്യൂട്ട് ഇൻസ്റ്റോൾ ചെയ്യുന്ന സ്ഥലത്ത് ഡിഫിക്കൽട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ട്രങ്കിങ് യൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. മെയിൻലി നമ്മളതിൻ്റെ കുറച്ച് സ്പേസിങ് അങ്ങനെ കാര്യങ്ങളാണ് മെയിൻലി ഇതിൽ ഇമ്പോർട്ടൻസ് നോക്കേണ്ടത്. ട്രങ്കിങ് ചെയ്യുമ്പോൾ റൈറ്റ് ആംഗിൾസിലായിരിക്കണം അതിൻ്റെ ബ്രാഞ്ച് പോകേണ്ടത്. ആ ഒരു കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ കോൺഡ്യൂട്ട്സിൽ വരയ്ക്കുമ്പോൾ ചെയ്യേണ്ട ഒരു രീതിയാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്നത്. കൺസീൽഡ് കോൺഡ്യൂട്ട്സ് അല്ലെങ്കിൽ ഡക്റ്റ് ട്രങ്കിങ്ങിലെ വഴി പോകുന്ന ഒരു മെത്തഡാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. അതിൻ്റെ സ്പേസിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സപ്പോർട്ടുകൾ കൊടുക്കുമ്പോൾ സ്റ്റീലോ അല്ലെങ്കിൽ റിജിഡ് PVC സപ്പോർട്ട് കൊടുക്കുമ്പോഴുള്ള ഗ്യാപ്പ് എത്ര മാക്സിമം എത്ര ഗ്യാപ്പ് വരാമെന്നുള്ളതാണ്. സാഡിൽസ് ആയിക്കോട്ടെ, എന്ത് സപ്പോർട്ട് ചെയ്യുമ്പോഴും മാക്സിമം ഇപ്പോൾ സ്റ്റീലൊക്കെ ആണെങ്കിൽ ഹൊറിസോണ്ടലി നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഓരോ 1.5 മീറ്ററിലും അല്ലെങ്കിൽ 1500 mm നമ്മൾ സ്പേസിങ് വെച്ച് കൊടുക്കണം. PVC ആണെങ്കിൽ ഓരോ 1 മീറ്ററിൽ വെച്ച് കൊടുക്കേണ്ടി വരും. അത് വെർട്ടിക്കലാണെങ്കിൽ സ്റ്റീലാകുമ്പോൾ ഒരു ഓൾമോസ്റ്റ് 2 മീറ്റർ ആകുമ്പോഴത്തേക്കൊക്കെ സ്പേസിങ് കൊടുത്താൽ മതി. 1.8 മീറ്റർ ആകുമ്പോൾ കൊടുത്താൽ മതി. PVC ആണെങ്കിൽ ഓരോ 1.2 മീറ്റേഴ്സിനുള്ളിൽ കൊടുത്തുകൊണ്ടിരിക്കണം. അത് ട്രങ്കിങ്ങിൻ്റെ കേസ് പറയുന്നുണ്ട്. സിമിലർലി കോൺഡ്യൂട്ടിങ്ങിൻ്റെ കേസ് അതേപോലെ തന്നെ പറയുന്നുണ്ട്. ഹൊറിസോണ്ടലി ആണെങ്കിൽ 1.2 മീറ്റേഴ്സ്, സ്റ്റീലിലാണെങ്കിൽ റിജിഡ് PVC യൂസ് ചെയ്യണമെങ്കിൽ 1 മീറ്റർ ഗ്യാപ്പിൽ ചെയ്തുകൊള്ളണം. ക്ലിപ്സോ ക്ലീറ്റോ സൈഡിലോ ഏതാണെങ്കിലും. വെർട്ടിക്കലിൽ 1.5 മീറ്ററും 1.2 മീറ്ററുമാണ് സെയിം തിങ് പറയുന്നത്. കേബിൾസാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ കേബിളിൻ്റെ ഡയമീറ്റർ അറൗണ്ട് 40 mm ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഹൊറിസോണ്ടലി ഓടിക്കുന്ന ഇതിൽ ഓൾമോസ്റ്റ് ഒരു 0.35 മീറ്റേഴ്സിൽ അല്ലെങ്കിൽ 35 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ നമ്മൾ സ്പേസിങ് സാഡിൽസ് കൊടുക്കണം. സാഡിൽസോ ക്ലിപ്പോ വാട്ടവർ എന്നാണ് യൂസ് ചെയ്യുന്നത് അത് കൊടുക്കണം. 40 mm മുകളിൽ ഡയുള്ള ആട്ടത്തിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം. ഓവറോൾ ഡയമീറ്റർ എന്താണ് അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ഇപ്പോൾ 0.6 മീറ്റർ അല്ലെങ്കിൽ 60 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ആണ് ഹൊറിസോണ്ടലി 40 mm സൈസ് മുകളിലുള്ള കേബിൾ ചെയ്യേണ്ടത്. വെർട്ടിക്കലിലും അതിൻ്റെ സ്പേസിങ് അതേപോലെ കൊടുത്തിട്ടുണ്ട്. 0.6 മീറ്ററും 0.8 മീറ്ററും കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് ബേസിക് ഓർത്ത് വയ്ക്കണം. കാരണം നമ്മൾ കേബിളിങ്ങും ഇങ്ങനെ ഡക്റ്റിങ്ങും അല്ലെങ്കിൽ ട്രങ്കിങ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പേസിങ് അതനുസരിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണെന്നുള്ള ക്രോസ് ചെക്ക് ചെയ്യപ്പെടേണ്ടതാണ്. സോ അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇതിൽ. പിന്നെ ഈ കോൺഡ്യൂട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ബെൻഡിങ് റേഡിയസ് ആണ് ഇതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്നത്. കോൺഡ്യൂട്ടിൻ്റെ ഡയമീറ്റർ ഇവിടെ കാണാം. എന്നിട്ട് ആ ഡയയുടെ 2.5 ടൈംസ് വരെ മിനിമം ഇൻറ്റേർണൽ റേഡിയസ് എന്നുള്ളൊരു ഇതാണ് കാണിച്ചേക്കുന്നത്. ഒരു ബെൻഡ് കാണാം, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു സെൻറ്റർ. ആ സെൻറ്ററിൽ നിന്ന് റേഡിയസ് മാക്സിമം 2.5 ഇൻറ്റു ഡയ വരെ ചെയ്യാൻ പറ്റും, മിനിമം. പിന്നെ ഈ ട്രങ്കിങ്ങിൻ്റെ എൻട്രീസിൽ ഇൻഗ്രസ് പ്രൊട്ടക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കേസും പറയുന്നുണ്ട്. ഡെഡ് എൻഡ്സ് ഒക്കെ വരുവാണെങ്കിൽ അവിടെ വെള്ളം വരാതെയും പിന്നെ ഏതെങ്കിലും ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യണ കേസ് പറയുന്നുണ്ട്. വാളുകൾ ഫ്ലോർസ് അല്ലെങ്കിൽ ബാരിയേഴ്സ് വഴിയൊക്കെ പോകുമ്പോൾ അതിൻ്റെ അകത്ത് കണ്ടിന്യൂസ് കവറിങ് ആയിരിക്കണം. ബ്രോക്കൺ ആയിട്ടുള്ള പാട്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ പല സാധനങ്ങൾ പെനിട്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ ഫയർ റേറ്റഡ് ഇതിൻ്റെ വാൾസിൽ കൂടെയൊക്കെ പാസ് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള ഇത് കൺസീൽ ചെയ്യാനുള്ള പരിപാടി ചെയ്യണം. അതിൻ്റെ അകത്തും ഫയർ റേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് വേണം അത് സീൽ ചെയ്യാനുള്ള സംഭവം ചെയ്യേണ്ടത്. പിന്നെ ട്രങ്കിങ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള കേബിൾസ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഡിഫറെൻറ്റ് സർക്യൂട്ടിന് ഡിഫറെൻറ്റ് കൊടുക്കാനാണ് പറയുന്നത്. എസ്പെഷ്യലി നമ്മുടെ അതിൻ്റെ അകത്തുള്ള പവറും കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് കേബിൾ പോകുമ്പോഴോ അങ്ങനെയുള്ള അവസ്ഥകളിലോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വോൾട്ടേജസിൽ വർക്ക് ചെയ്യുന്നതെല്ലാം നമ്മൾ
ആ ഒരു കേസുകളിൽ മാക്സിമം ഡിഫറൻറ്റിൽ തന്നെ പോവുക. ഇപ്പം PVC കോൺഡ്യൂട്ട്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കണക്ഷൻസൊക്കെ പ്രോപ്പർ അഡ്ഹസീവ്സൊക്കെ യൂസ് ചെയ്ത് വേണം ചെയ്യാൻ. ആ ഒരു പാർട്ടും പറയുന്നുണ്ട്. പിന്നെ സർക്യൂട്ട് വയേഴ്സ് ട്രങ്കിങ്ങിന് ചെയ്യുമ്പോൾ ബഞ്ച് ചെയ്ത് കറക്റ്റ് ടൈയൊക്കെ അടിച്ച് ബഞ്ച് ചെയ്ത് സെക്യൂർ ചെയ്ത് ഓരോ 2 മീറ്റർ മിനിമം ഒരു 2 മീറ്റർ ഗ്യാപ്പിലെങ്കിലും അതിൻ്റെ സെക്യൂറിങ് ആയിട്ട് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ഈ പല എക്സ്പോസ്ഡ് ആയിട്ടുള്ള പാർട്ടുകൾ വെതറായിട്ട് ഇതൊക്കെയുടെ എക്സ്പോസ് ആയിട്ടുള്ള പാർട്ടുകൾ സിങ്ക്രിച്ച് പെയിൻറ്റ് വെച്ച് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഉടനെ പെയിൻറ്റ് ചെയ്യാനുള്ള കേസ് പറയുന്നുണ്ട്. അത് നമ്മുടെ തുരുമ്പിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ ബിൽഡിങ്ങിലെ എക്സ്പാൻഷൻ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതനുസരിച്ചുള്ള ജോയിൻറ്റ്സ് വേണം നമ്മൾ എക്സ്പാൻഷൻ ചെയ്യാൻ ഉള്ള ടൈപ്പ് ജോയിൻറ്റ്സ് വേണം പ്രൊവൈഡ് ചെയ്യാൻ. വയറിങ് ഇൻസ്റ്റാളേഷൻസിൽ പ്രോപ്പറായിട്ടുള്ള മോഡ്യൂൾസ്, ഈ അഡാപ്റ്ററും സീലിംഗ് റോസ് ഇതൊക്കെയുള്ള മോഡ്യൂൾസ് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള കാര്യം പറയുന്നുണ്ട്. ടങ്സ്റ്റൺ ഫിലമെൻറ്റ്, ഹാലജൻ ലാമ്പ് പോലെ സാധനങ്ങൾ വച്ചേക്കുന്ന ഇതിൽ അതിൻ്റെ ഹീറ്റ് കാരണം PVCക്കൊക്കെ ഡീഗ്രഡേഷനൊക്കെ സംഭവിക്കും. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു എക്സ്ട്രാ ഷീറ്റ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കേസ് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ കോൺഡ്യൂട്ട്സ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിൽ കൂടെയൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ കോൺക്രീറ്റിൻ്റെ കവറിങ് ഒരു മിനിമം 10 mm തിക്നെസ് വേണം. സ്ക്രീഡിങ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട് പറയുന്നുണ്ട്, എത്ര തിക്നെസ് വേണം എന്നുള്ളത് പറയുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ സ്വിച്ചിൻ്റെ പിടിപ്പിക്കലിൻ്റെ കേസുകളും പറയുന്നുണ്ട്. വാൾസിൽ ഫ്ലഷ്ഡ് ആയിട്ടുള്ള ടൈപ്പുള്ള അക്സസറീസ് വേണം യൂസ് ചെയ്യാൻ. പിന്നെ ബ്രഷസ് ആൻഡ് ഫ്ലാഞ്ച് കപ്ലിംഗ് സ്വിച്ച് ബോക്സസിൽ ഉപയോഗിക്കുന്ന കേസ് പറയുന്നുണ്ട്. കോൺഡ്യൂട്ട്സ് സാഡിൽ ചെയ്യുന്ന തിക്നെസ് ഇവിടെ പറയേണ്ടത് വിത്തിൻ 150 mm, മാക്സിമം 1.5 mm, മിനിമം ഉള്ള ഒരു ഇത്ര ഗ്യാപ്പിൽ കൊടുക്കണം എന്നുള്ള പറയുന്നുണ്ട്. 150 mm, മാക്സിമം 1.5 മീറ്ററാണ് പറയുന്നത്. നോൺ മെറ്റാലിക് കോൺഡ്യൂട്ട്സ് പറയുന്ന ലൊക്കേഷൻസിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഈ ടെമ്പറേച്ചറായിട്ട് സമ്പർക്കം വരുന്ന ആംബിയൻ ടെമ്പറേച്ചർ സമ്പർക്കം വരുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കരുത്. കെമിക്കൽസായിട്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കരുത്. പ്ലാൻ റൂം, എലിവേറ്റർ ഷാഫ്റ്റുകളിലൊന്നും നമ്മൾ നോൺ മെറ്റാലിക് ആയിട്ടുള്ള സ്റ്റീലിലൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഫ്ലെക്സിബിൾ കോൺഡ്യൂട്ട് യൂസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫിക്സഡ് ആയിട്ടുള്ള വയറിങ് ഇൻസ്റ്റലേഷൻസിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. എവിടെയെങ്കിലും യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ മാക്സിമം 2.5 മീറ്ററിൻ്റെ മുകളിൽ പോകാൻ പാടില്ല എന്നുള്ളൊരു കേസ് എടുത്തു പറയുന്നുണ്ട്. അതായത് നമ്മൾ ഇലക്ട്രിക്കൽ മോട്ടർ അല്ലെങ്കിൽ ചില വയറിംഗ് ഒക്കെ കഴിഞ്ഞ് ലൈറ്റ് അങ്ങനെയുള്ള ചില പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ട ചില എക്യുപ്മെൻറ്റ്സിലാണ് ഇത് യൂസ് ചെയ്യേണ്ടി വരാറ്. അപ്പോൾ മാക്സിമം ആ 2.5 മീറ്ററിനുള്ളിൽ വന്ന രീതിയിലുള്ള വേണം ഉപയോഗിക്കാൻ. ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ അത് മെക്കാനിക്കൽ ഡാമേജ് വരാൻ പാകത്തിനുള്ള സ്ഥലത്ത് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യരുത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് ഒഴിവാക്കുക. പിന്നെ അതിന് സപ്പോർട്ട് വേണ്ട രീതിയിൽ മാനുഫാക്ചർ റെക്കമെൻഡേഷൻ പ്രകാരമുള്ള സപ്പോർട്ട്സ് അതിന് കൊടുക്കണം. അതിൻ്റെ എൻഡ് കറക്റ്റായിട്ട് ഒരു കോൺഡ്യൂട്ടായിട്ട് ഫിക്സ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏത് എക്യുപ്മെൻ്റാണോ അതായിട്ട് കറക്റ്റ് എൻഡ് ആങ്കർ ചെയ്ത് വയ്ക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ. അതിന് അഡാപ്റ്റേഴ്സൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു അഡാപ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്യാം വേണമെങ്കിൽ ഇത് കറക്റ്റായിട്ട് വയ്ക്കാൻ വേണ്ടി. എർത്ത് കണ്ടക്ടറിൻ്റെ ഇതിലൊന്നും ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. സോ തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. നെക്സ്റ്റ് വരുന്നത് കേബിൾ ട്രേസിനെ പറ്റിയൊക്കെ ഉള്ളതാണ്. ഓക്കെ.